കഥയൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഇതൊരു കഥയുമാണ്, ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദ നെയിം ഓഫ് ദ സ്റ്റോറി സാക്രഡ് ടർട്ടിൽസ് ഓഫ് കടാവ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹലോ എവരിവൺ, ഇറ്റ്സ് മീ സമീറ. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. ടുഡേ ഐ ആം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ചാപ്റ്റർ ദ സാക്രഡ് ടർട്ടിൽസ് ഓഫ് കടാവ്. ഓക്കെ, അതായത് കടാവ് എന്ന ദ്വീപിലെ പരിശുദ്ധമായ ആമകളെ കുറിച്ചുള്ള കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. കടാവ് ഇസ് ആൻ ഐലൻഡ്, okay, which is part of Fiji Island. കടാവ് എന്ന ഈ കഥയിലെ മെയിൻ സ്ഥലം വരുന്നത് കടാവ് എന്ന ദ്വീപിനെ കുറിച്ചാണ്. which is part of Fiji Island. ഫിജി ഐലൻഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ദ്വീപാണ് കടാവ് എന്ന് പറയുന്നത്. Okay, here there is a village named Namuana. Okay, name of the village is Namuana. ഇവിടെ ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിന്റെ പേരാണ് Namuana എന്ന് പറയുന്നത്. Okay, that is 15 miles away from കടാവ്. കടാവ് ഐലൻഡിൽ നിന്ന് 50 മൈൽ അകലെയായിട്ടാണ് ഈ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഹിയർ there is a strange spiritual practice by the women of Namuana village. ഇവിടുത്തെ സ്ത്രീകൾ, അതായത് Namuana വില്ലേജിലെ സ്ത്രീകൾക്ക് ഒരു വിചിത്രമായ ആചാരം ഉണ്ട്. അതായത് when the women of Namuana village will sing a strange chant, then which will rise the turtles from the sea. ആ Namuana വില്ലേജിലെ സ്ത്രീകൾ ഒരു വിചിത്രമായിട്ടുള്ള ഒരു മന്ത്രം അല്ലെങ്കിൽ മന്ത്ര രൂപത്തിലുള്ള ഒരു സംഗീതം ആലപിക്കുമ്പോൾ ആ ഒരു കടലിലുള്ള കുറെ ആമകൾ പുറത്തേക്ക് കരക്കേക്ക് ആ പാട്ട് കേട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ശീലം ആ ഒരു Namuana വില്ലേജിലുണ്ട്. അപ്പോൾ എന്തൊരു അത്ഭുതമാണല്ലേ, ഒരു വിചിത്രമായ ആചാരം. അപ്പോൾ here there is a reason why the women of Namuana village will do the strange ritual. ഇതിനൊരു പ്രത്യേക കാരണമുണ്ട്, ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ, ഇതിൻ്റെ മറവിലൊരു പ്രത്യേക കഥയുണ്ട്. ഇങ്ങനെ നാമകൾ പാട്ട് കേൾക്കുമ്പോൾ പുറത്തേക്ക് വരുന്നതിനൊരു കാരണമുണ്ട്. അപ്പോൾ ആ വില്ലേജിലെ സ്ത്രീകൾ മാത്രമേ പാട്ട് അവർ ആ ചാൻഡ് അല്ലെങ്കിൽ ആ മന്ത്രം ഉരുവിടുമ്പോൾ മാത്രമേ ആമകൾ പുറത്തേക്ക് വരുള്ളൂ. മറ്റ് if there is anyone from other village named Nabukkalevu is present there, then the turtles will not rise. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു വില്ലേജുകളിൽ നിന്ന്, ഗ്രാമത്തിൽ നിന്നത് തൊട്ടപ്പുറത്തെ ഗ്രാമമാണ് Nabukkalevu ഗ്രാമം വരുന്നത്. ആ ഗ്രാമത്തിൽ ആരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആമകൾ കരക്കേൽക്കുന്നില്ല. Namuana വില്ലേജിലെ സ്ത്രീകൾ മാത്രമേ ആ ഒരു വിചിത്രമായ പാട്ട് ഒരു മന്ത്രം ഉരുവിട്ടാൽ മാത്രമേ ആമകൾ പുറത്തേക്ക് വരികയുള്ളൂ. ഇതൊരു പ്രത്യേകതയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. നമുക്ക് എന്താണ് ആ കാരണം എന്ന് പരിശോധിക്കാം. Legend says that once there lived a beautiful princess. Her name was Tinaikoboga. അവിടെ ഐതിഹ്യങ്ങൾ പറയുന്നത് ഈ ഒരു Namuana വില്ലേജിലെ സ്ത്രീകൾ മാത്രം വിളിക്കുമ്പോൾ ആമ പുറത്തു വരാൻ കാരണം അതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. ആ കഥയാണ് പറയുന്നത്. അവിടെ മനോഹരമായ സുന്ദരിയായിട്ടുള്ള ഒരു പ്രിൻസസ്, രാജകുമാരി ഉണ്ടായിരുന്നു. അവരുടെ പേരായിരുന്നു Tinaikoboga. ഓക്കെ, ഷീ വാസ് ദ വൈഫ് ഓഫ് ദ ചീഫ് ഓഫ് Namuana വില്ലേജ്. Namuana വില്ലേജിലെ ചീഫിന്റെ ഭാര്യയായിരുന്നു ഈ ഒരു പ്രിൻസസ് Tinaikoboga എന്ന് പറയുന്നത്. ദേ ഹാഡ് എ ഡോട്ടർ നെയ്മഡ് റോഡാലിസ്. അവർക്കൊരു സുന്ദരിയായ മകളുണ്ട്. അവളുടെ പേരാണ് റോഡാലിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ യൂസ് ടു ഗോ ഫോർ ഫിഷിംഗ് ഓൺ ദ റീഫ്. ഓക്കെ, ഇവർക്കൊരു ശീലമുണ്ട്. ദേ ഹാഡ് എ ഹാബിറ്റ് ഓഫ് ഗോയിങ് ഫോർ ഫിഷിംഗ് അറ്റ് ദ സീ. അപ്പോൾ സീയിൽ ഫിഷിങ്ങിന് ഒക്കെ പോകുന്ന ഒരു ശീലം ഇവർക്ക് അമ്മയ്ക്കും മകൾക്കും ഉണ്ടായിരുന്നു. Tinaikobogaയ്ക്കും അതുപോലെ തന്നെ റോഡാലിസിനും ഉണ്ടായിരുന്നു. ഓക്കെ, once while they were engaged in fishing, there comes fishermen from the Nabukkalevu village with their great war canoe. അവിടെ ഇവരിങ്ങനെ ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് പാറക്കൂട്ടത്തിന്, കടലിന് നടുവിലെ പാറക്കൂട്ടത്തിനിടയിൽ ഫിഷിംഗ് മീൻ പിടിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ Nabukkalevu വില്ലേജിലെ ഒരു കൂട്ടം മുക്കുവന്മാരെ അവരുടെ യുദ്ധത്തിന് പോകുന്ന വഞ്ചിയുമായി അങ്ങോട്ടേക്ക് തുഴഞ്ഞു വരികയായിരുന്നു. ഓക്കെ, seeing the Rhodalis and Tinaikoboga and Rhodalis, they jumped from the canoe and abducted these women. അതായത് അവർ ആ വഞ്ചിയിൽ നിന്ന് ഇവരെ കണ്ടതും പുറത്ത് ചാടി ഇവരെ പിടിച്ച് കെട്ടി കൊണ്ടുപോയി വഞ്ചിയിൽ കയറ്റാനുള്ള ശ്രമം ആരംഭിച്ചു നമ്മുടെ ഫിഷർമാൻ Nabukkalevu വില്ലേജിൽ. ഓക്കെ, ആ സമയത്ത് they pleaded the fisherman not to harm them. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു ആ ഫിഷർമാൻ അവരെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരുപാട് എന്താ പറയുക അപേക്ഷിച്ചു. പക്ഷേ
the fishermen were not ready to listen. അവരെ കേൾക്കാൻ വേണ്ടി ഒരു തരത്തിലും അവർ ഫിഷർമെൻ തയ്യാറായില്ല. അങ്ങനെ the women Rhodalis and Thinecoba requested the God, please help. നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി റോഡാലിസും തിനേക്കോബയും. God, the God of the sea, heard their prayer. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. Presently there comes a strong storm, and that storm had completely destroyed the canal. പെട്ടെന്ന് തന്നെ വലിയൊരു കൊടുങ്കാറ്റ്. God created a storm. അതായത് പെട്ടെന്ന് തന്നെ ദൈവം ഒരു കൊടുങ്കാറ്റ് അവിടെ സൃഷ്ടിച്ചു. ആ കൊടുങ്കാറ്റിൽ ആ ഒരു ക്യാന വഞ്ചി കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്ഡ് ആയി, അവിടെ നശിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് തന്നെ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫിഷർമാൻ റോഡാലിസ് ആൻഡ് ടിനൈക്കോബ ട്രാൻസ്ഫോംഡ് ഇൻടു എ ടർട്ടിൽ. ഒരു ടർട്ടിൽ, ആമയുടെ രൂപത്തിലേക്ക് രൂപമാറാൻ തുടങ്ങി. നമ്മുടെ റോഡാലിസും തിനൈക്കോബയും പിന്നീട് ആമയായി മാറി. ഇതിന് കാരണം അവരൊന്നും നോക്കിയില്ല. They took the turtles and throw into the sea. ഈ ഫിഷർമാൻ ഈ ഒരു ആമകളെ പെറുക്കി, അതായത് റോഡാലിസിനെയും തിനൈക്കോബനെയും പെറുക്കി കടലിലേക്ക് വലിച്ചെറിഞ്ഞു, ഒന്നും നോക്കിയില്ല. പക്ഷെ ഈ ഒരു തിനൈക്കോബ ആൻഡ് റോഡാലിസ് എസ്കേപ്ഡ് ഫ്രം ദിസ് സാവേജ് ഫിഷർമാൻ. ഇത്തരം ഈ ഒരു ഫിഷർമാനിൽ നിന്ന് അവരെ വളരെ രക്ഷപ്പെടുകയും അതിനുശേഷം the sea became once again calm. പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് കടൽ ആവുകയും അതുപോലെ തന്നെ നമ്മുടെ ഫിഷർമാൻ they went back to their place. അവർ മുക്കന്മാരൊക്കെ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റോറി, ഉള്ളടക്കം എന്ന് പറയുന്നത്. So it is believed that these turtles, the women who transformed into turtles lived their life in the sea the rest of their life. അവരുടെ ബാക്കി ജീവിതം അവർ ആമയായിട്ട് ആ കടലിൽ ജീവിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. And also the people in the Namuana village believed that if the women of Namuana village will sing a strange chant, then the turtles will rise from the sea. It is believed that the turtles who rise from the sea are the descendants of the women who are transformed into turtles. അപ്പോൾ ഈ കഥ അവർ വിശ്വസിക്കുന്ന, ജനങ്ങൾ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ അന്ന് റോഡാലിസും തിനൈക്കോബയും ആമയായി രൂപം മാറിയ അവരുടെ പിൻഗാമികളാണ് പിന്നീട് ഇങ്ങനെ വിചിത്രമായ സോങ് മന്ത്രം ഉരുവിടുമ്പോൾ കരയിലേക്ക് പാട്ട് കേട്ട് കയറി വരാൻ ആമകൾ കയറി വരുന്നതിൻ്റെ ഒരു കാരണം ആണ് ഐതിഹ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റോറി എന്നുള്ളത്. എന്തൊരു വിചിത്രമായ സ്റ്റോറിയാണ് അല്ലേ? I hope all of you love this story. So come up with a question answer session in another video. Okay, ഇതിന്റെ ബാക്കി question answer മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. So guys, bye for now. I'm signing off.